നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സാധാരണ ടിക്കറ്റ് നൽകുന്ന റെയിൽവേ കൗണ്ടറുകൾ പൂട്ടാൻ നീക്കം. കൗണ്ടറിലെ സ്ഥിരം ജീവനക്കാരെ റെയിൽവേ പിൻവലിക്കും. ടിക്കറ്റ് നൽകാനായി കൂടുതൽ സ്വകാര്യ ഏജൻസികൾ വരും. ഇതിന്റെ ഭാഗമായി അൺറിസർവ്ഡ് ടിക്കറ്റ് നൽകാൻ സ്റ്റേഷനുകളിൽ മൊബൈൽ UDS സഹായകനെ നിയമിക്കുന്നു. നിലവിൽ തെരഞ്ഞെടുത്ത സ്റ്റേഷനുകളിലാണ് പൈലറ്റ് പദ്ധതി വരുന്നത്. ഇത് പിന്നീട് വ്യാപിപ്പിക്കും. സാധാരണ ടിക്കറ്റ് നൽകുന്ന കൗണ്ടറുകൾ കുറച്ച് ജീവനക്കാരെ മറ്റു വിഭാഗങ്ങളിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യം. കരാർ വിളിച്ചാണ് UTS സഹായകനെ നിയമിക്കുന്നത്. നിലവിൽ റെയിൽവേ സ്റ്റേഷനകത്തും പുറത്തും സ്വകാര്യ ഏജൻസികൾ സാധാരണ ടിക്കറ്റ് വിൽപ്പന നടത്തുന്നുണ്ട്. ജനസാധാരണ ടിക്കറ്റ് ബുക്കിംഗ് സേവക് കൗണ്ടറുകൾ അതിൽ പ്രധാനമാണ്. 2019 മുതലാണ് JDBS ശക്തമായത്. ഇതിന് പിന്നാലെ സ്റ്റേഷനുള്ളിൽ ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ വന്നു. റിട്ടയർഡ് റെയിൽവേ ജീവനക്കാർ ഉൾപ്പെടെ ഇത് കരാറെടുത്ത് പ്രവർത്തിപ്പിക്കുന്നു. ഇതിന് പിന്നാലെ സ്റ്റേഷനുകളിലേക്കും ഏജൻസികളെത്തി. സ്റ്റേഷൻ ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റ് എന്നാണ് പേര്. കേരളത്തിലെ പല സ്റ്റേഷനുകളിലും STBA ഏജന്റുമാരാണ് നിയന്ത്രിക്കുന്നത്. കമ്മീഷൻ വ്യവസ്ഥയിലാണ് വേതനം. കൗണ്ടർ കുറയുന്നു ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള ശ്രമം റെയിൽവേ നേരത്തെ തുടങ്ങിയിരുന്നു. തൽക്കാൽ റിസർവേഷൻ അടക്കം നൽകുന്ന പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം കൗണ്ടറിന്റെ മുഖം ആദ്യം മാറ്റി. ഇന്റഗ്രേറ്റഡ് അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം കൗണ്ടർ എന്നാക്കി. നിശ്ചിത സമയങ്ങളിൽ റിസർവേഷൻ കൗണ്ടറായി പ്രവർത്തിക്കും. അത് കഴിഞ്ഞാൽ സാധാരണ ടിക്കറ്റ് നൽകുന്ന UTS കൗണ്ടറാകും. ഇത്തരം സ്റ്റേഷനുകളിൽ രാത്രി സ്റ്റേഷൻ മാസ്റ്ററാണ് ടിക്കറ്റ് നൽകേണ്ടത്. ഇത് സുരക്ഷയെ ഉൾപ്പെടെ ബാധിക്കുമെന്ന് റെയിൽവേ നിരീക്ഷിച്ചിരുന്നു. ടിക്കറ്റുകളുടെ വിൽപ്പന, വണ്ടികളുടെ യാത്രാ വിവരങ്ങൾ നൽകൽ എന്നിവ സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്ന് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്.